السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ യാത്രയിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ജീവിക്കുന്ന ആളുകളുമായി, കൂടെ ജീവിക്കുന്നവരുമായി എങ്ങനെയാണ് പെരുമാറേണ്ടത്? മുറാഅത്തു ഹുഖൂഖിസ് സുഹ്ബ, മഹാനായ ഗസാലി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരു അധ്യായം പറഞ്ഞിട്ടുണ്ട്. മുറാഅത്തു ഹുഖൂഖിസ് സുഹ്ബ, കൂടെ ജീവിക്കുന്നവരുമായുള്ള ബാധ്യതകൾ, യാത്രയിലാവട്ടെ, റൂമുകളിലാവട്ടെ, ഓഫീസുകളിലാവട്ടെ, അങ്ങനെ കൂടെ ജീവിക്കുന്ന ആളുകളുമായി ചില ഹുഖൂഖുകളുണ്ട്, ചില കടമകളുണ്ട്. അവളെ സംബന്ധിച്ച് മഹാനായ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മസലുൽ അഖവൈനി മസലുൽ യദൈനി, രണ്ട് ചങ്ങാതിമാരുടെ ഉദാഹരണം, അതിൻ്റെ ഉപമ രണ്ട് കൈകളെ പോലെയാണ്. രണ്ട് സുഹൃത്തുക്കൾ, കൂടെ ജീവിക്കുന്ന രണ്ടാളുകൾ, അത് ഭാര്യയും ഭർത്താക്കന്മാരായിരുന്നാലും ജ്യേഷ്ഠൻ മനുജനായിരുന്നാലും, അവരുടെ ജീവിതത്തിൻ്റെ ഉദാഹരണം, അതിൻ്റെ ഉപമ രണ്ട് കൈകളെ പോലെയാണ്. തഗ്സിലു ഇഹ്ദാഹുമ അൽ ഉഖ്റ, ഒരു കൈ മറ്റേ കൈയിനെ കഴുകി കൊടുക്കും. ഒരു കൈക്ക് സ്വന്തമായി കഴുകാൻ കഴിയില്ല, ഈ കൈ ഈ കൈയിനെ കഴുകും, ഈ കൈ ഈ കൈയിനെ കഴുകും. ഇങ്ങനെയാണ് രണ്ട് സഹോദരന്മാർ ജീവിക്കേണ്ടത്, ഈ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഒരാള് മറ്റാളെ സഹായിക്കണം, വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും മാനസികമായിട്ടും എല്ലാം നിലക്കും. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരനുഭവം മഹാനായ ഗസാലി ഇമാമു പറയുന്നു, വദഖല സല്ലല്ലാഹു അലൈഹി വസല്ലമ അജമത്തൻ, അള്ളാഹുവിൻ്റെ റസൂൽ മരങ്ങൾ തിങ്ങിക്കൂടിയ ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു. മരങ്ങൾ ഇങ്ങനെ കൂടുതലുള്ള ഒരു സ്ഥലം. അത് മദീനയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ അറാക്ക് മരങ്ങൾ ഉണ്ടാകും. അറാക്കിൻ്റെ മരങ്ങൾ അതിങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അറാക്കിൻ്റെ മരങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മരക്കൂട്ടത്തിലേക്ക് മിസ്വാക്ക് ചെയ്യാൻ, ബ്രഷ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനം അറാക്കാണ്. ഈ അറാക്ക് കൊണ്ടുള്ള മിസ്വാക്ക് അത് എപ്പോഴും സുന്നത്താണ്. നിസ്കാരത്തിന്റെ മുമ്പും ഒളു കൊടുക്കുന്ന അവസരത്തിലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അത് ചെയ്ത് സുന്നത്താണ്. അത് നിസ്കാരത്തിനും ഒളുവിനും മാത്രമല്ല, ഖുർആൻ ഓതുന്നതിന്റെ മുമ്പ്, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് മുമ്പ്, ആ സമയത്തൊക്കെ അറാക്ക് കൊണ്ട് ഇങ്ങനെ മിസ്വാക്ക് ചെയ്ത് സുന്നത്താണ്. അറബികൾ ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ, അവർ ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. അത് സുന്നത്വമാണ്. പല്ലിന്റെ ഊനിനക്ക് ശക്തി പകരാൻ അത് വലിയ നിമിത്തവുമാണ്. പല്ലിന്റെ ഊനിനക്ക് ശക്തി പകരാൻ കിതാബുകളിൽ കാണാം, രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് കിടക്കാൻ നേരത്ത് ബ്രഷ് ചെയ്യലാണ്. കിടക്കാൻ നേരത്ത് ബ്രഷ് ചെയ്യുക. പല്ലിന്റെ ഇടയിൽ വല്ലതും ഇരിക്കൽ പതിവുള്ള ആളുകളാണെങ്കിൽ, ചില ആളുകൾക്ക് പല്ലിന്റെ ഇടയിൽ ഒന്നും അങ്ങനെ ഇരിക്കൂല. ചില ആളുകളെ പല്ലുകൾ അങ്ങനെ ആയിരിക്കും, നിരയൊത്ത വിടവുകളില്ലാത്ത പല്ലുകളായിരിക്കും. അപ്പൊ പിന്നെ പല്ലിന്റെ ഇടയിലൊന്നും ഇരിക്കൂല. പല്ലിന്റെ ഇടയിലൊന്നും ഇരിക്കാത്ത ആൾക്കാർ പിന്നെ പല്ലി കുത്തിയിട്ട് വിടവ് ഉണ്ടാക്കാതിരിക്കാതല്ലേ. പല്ലിങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിടവ് കൂടുതലാവും. അപ്പോ പല്ലിന്റെ ഇടയിലൊക്കെ ഇരുന്ന് ആ രൂപത്തിൽ പതിവുള്ള ആളുകളാണെങ്കിൽ കിടക്കുന്നതിന്റെ മുമ്പ്
പല്ല് അത് സുന്നത്താണ്. പല്ല് കുത്തുമ്പോൾ പച്ചയായ ഈർപ്പമുള്ള, ഇപ്പോൾ ഒരു ഈർക്കളി കൊണ്ടാണ് പല്ല് കുത്തുന്നതെങ്കിൽ ഉണങ്ങാത്ത ഈർക്കളി കൊണ്ട് പല്ല് കുത്തുക. അതേപോലെ തന്നെ ഇരുമ്പ് സാധനങ്ങൾ കൊണ്ട് പല്ല് കുത്താതിരിക്കുക. ഇരുമ്പിന്റെ സാധനങ്ങൾ കൊണ്ട് പല്ല് കുത്താതിരിക്കലാണ് വേണ്ടത്. പല്ല് കുത്തുകയാണെങ്കിൽ എപ്പോഴും ഈർപ്പമുള്ള കൊള്ളികളെ കൊണ്ട്, പച്ചയായ ഈർപ്പമുള്ള കൊള്ളികളെ കൊണ്ട് പല്ല് കുത്തലാണ് ഏറ്റവും നല്ലത്. ഇനി അതില്ലെങ്കിൽ ഉണങ്ങിയതുമാകാം. കഴിവിന്റെ പരമാവധി ഈ ഇരുമ്പ് പോലത്തെ സാധനങ്ങൾ പല്ല് കുത്താൻ ഉപയോഗിക്കാതിരിക്കലാണ് വേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ അറാക്ക് എന്നുള്ളത് അത് ഉറങ്ങാൻ നേരത്ത് ഈ പല്ല് കുത്തുന്ന ആൾക്കാർ പല്ല് കുത്തി അതിലുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കി, പല്ല് കേടുവരുന്ന ഏറ്റവും വലിയ കാരണം, പല്ല് കേടുവരാനുള്ള ഏറ്റവും വലിയ നിമിത്തം പല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും കുടുങ്ങിയാലാണ്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് എപ്പോൾ ഭക്ഷണം കഴിച്ചാലും നല്ലപോലെ പല്ല് വൃത്തിയാക്കും. അങ്ങനെ വിരലുകൊണ്ട് പല്ലിങ്ങനെ തേച്ചൊരിച്ച് കഴുകി, പിന്നെ 2 കൈവിരല് കൊണ്ടിട്ട് നാവും അണ്ണാക്കും ഒക്കെ നല്ലപോലെ കഴുകി, പിന്നൊന്ന് തൊണ്ടയിലേക്ക് വെള്ളം കൊടുത്ത് കുപ്പിച്ചിട്ടാണ് മഹാനവറുകൾ ഭക്ഷണം കഴിച്ചാലൊക്കെ അങ്ങനെ ചെയ്യും. എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ നല്ലപോലെ പല്ല് വൃത്തിയാകും. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ഒരു പല്ലിനും കുഴപ്പമില്ല, ഇപ്പോഴും ഒരു പല്ലിനും കുഴപ്പമില്ല. ഉസ്താദ് പല്ല് കുത്തലില്ല, കാരണം പല്ലിന് വടവില്ല. പല്ലിന് വടവുണ്ടെങ്കിലല്ലേ പല്ല് കുത്തേണ്ടതുള്ളൂ. അപ്പൊ നേരത്തെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് രക്ഷിതാക്കന്മാരായ ആൾക്കാർ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കും. നീ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ വായ കഴുകി പോകല്ലേ, അത് നല്ലപോലെ വൃത്തിയാക്കി, നല്ലപോലെ ഈ വിരല് കൊണ്ടിട്ട് പല്ലൊക്കെ കഴുകി വൃത്തിയാക്കി. അങ്ങനെ വൃത്തിയാക്കുക എന്ന് ചെറുപ്പത്തിലെ ഉമ്മക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ശീലമാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പല്ല് എന്നെന്നും നിലനിൽക്കും. അപ്പോ അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യുക എന്നത്, അറാക്ക് അതിന്റെ ആ നീര്, അറാക്കിന്റെ ആ നീര് പല്ലിന്റെ ഊനിന് വലിയ ശക്തി ഉണ്ടാക്കുമെന്നും പല്ലിന്റെ നിറം നിലനിർത്താൻ അത് കാരണമാകുമെന്നും പറയപ്പെടുന്നുണ്ട്. പഴയ കാലത്ത് ചെയ്തിരുന്നത്, ഇപ്പൊ എൻ്റെ ഉസ്താദ് തിരുവങ്ങാടി ബാപ്പു ഉസ്താദൊക്കെ ബ്രഷ് കൊണ്ട് പല്ലേക്കൂല, അവരൊക്കെ കയ്യിന്റെ വിരലുകൊണ്ട് തന്നെയാണ് പല്ല് തേക്കുക. പേസ്റ്റുകൾ ഉപയോഗിക്കൂല. പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിലൊക്കെ കെമിക്കൽസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പല്ലിന്റെ എനാമലിനൊക്കെ കുഴപ്പം പറ്റും എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഉസ്താദ് ചെയ്യാറുള്ളത് ഉമിക്കരി കൊണ്ട്, ആ ഉമിക്കരിയിൽ അല്പം ഉപ്പിട്ടിട്ട് അതുകൊണ്ടിട്ടാണ് പല്ല് തേക്കൽ. പഴയ കാലത്ത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉമിക്കരി കൊണ്ടാണ് തേച്ചിരുന്നത്. പാളയിൽ കുറച്ച് ഉമിക്കരി, അവിടെ കിണറിന്റെ അടുത്ത് പാളയിൽ കുറച്ച് ഉമിക്കരി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഉമിക്കരി എല്ലാവരും അതെടുക്കും. എല്ലാവർക്കും കൂടി കിട്ടാവുന്ന രൂപത്തിൽ ഒരു ചൂടി കൊണ്ട് ആ പാളനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അതിന് എല്ലാവരും ഉമിക്കരി എടുക്കും. പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ അത് തീർന്നു പോയാൽ പിന്നെ ഉമിക്കരി അതിൽ കൊടുന്ന് വെക്കും. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അത് ഏറ്റവും നല്ലൊരു സമ്പ്രദായമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അറാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സമയമാണ് ഒരാൾ മരണാസന്നനായി കിടക്കുമ്പോൾ. അയാൾ മരിക്കാനായിരിക്കുന്നു എന്ന് കണ്ടാൽ അയാൾക്ക് അറാക്ക് കൊണ്ട് പല്ല് തേച്ചു കൊടുക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മാറിടത്ത് ചാരി കിടക്കുന്ന അവസരത്തിൽ അങ്ങനെയാണ് വഫാത്തായത്. ആയിഷ ബീവിന്റെ മാറത്ത് കിടന്നിട്ടാണ് വഫാത്തായത്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. രോഗം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു അറാക്കുണ്ട്. ആ അറാക്കിലേക്ക് റസൂലുള്ളാഹി ഇങ്ങനെ നോക്കുന്നുണ്ട്. അറാക്കിലേക്ക് ഇങ്ങനെ നോക്കി. അറാക്ക് വേണമെന്ന് പറഞ്ഞില്ല, നാവ് കൊണ്ട് പറഞ്ഞില്ല. കാരണം ആ സമയത്തൊക്കെ ദിക്ർ ഔറാദുകളിൽ മുഴുകുന്ന സമയമാണ്, അള്ളാഹുലേക്ക് അങ്ങ് പോകുന്ന സമയമാണല്ലോ. അപ്പൊ ആ സമയത്ത് മുഅ്മിനീങ്ങളായ ആൾക്കാരൊന്നും സംസാരിക്കൂല. ആ സമയത്ത് അവർ ദിക്റിലും ഫിക്റിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിലേക്ക് ഇങ്ങനെ നോക്കി, അറാക്കിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി. ഒരു ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിന്റെ നോട്ടത്തിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഭാര്യന്റെ കഴിവാണ്. ഒരു നോട്ടം കൊണ്ട് വലിയ ഒരു ആശയം പ്രകടിപ്പിക്കും.
നമുക്കൊരു നോട്ടം കൊണ്ട് വലിയ ആശയം പ്രകടിപ്പിക്കാൻ കഴിയും. അപ്പൊ ഒരൊറ്റ നോട്ടം നോക്കിയപ്പോ ആ നോട്ടത്തിന്റെ ആശയം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയിട്ട് ചോദിച്ചു, അറാക്ക് വേണോ എന്ന് ചോദിച്ചു. അറാക്ക് വേണോ എന്ന് ചോദിച്ചു. സഹീഹുൽ ബുഖാരിന്റെ ഹദീസാണ്. അതെ, അപ്പോഴും അതെ എന്നുള്ള നാവ് കൊണ്ട് പറഞ്ഞില്ല, ഇങ്ങനെ ഇഷാറത്താക്കി ചെയ്തു, തല കൊണ്ട് ഇങ്ങനെ ഇഷാറത്താക്കി വേണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട് ചില മഹാന്മാരൊക്കെ വഫാത്താക്കുന്ന അവസരത്തിൽ അവരിങ്ങനെ ഇഷാറത്താം, സംസാരിക്കണില്ല, സംസാരിക്കാതെ അവരിങ്ങനെ ഇഷാറത്താക്കും, ഇങ്ങനെ ഇഷാറത്താക്കും. അപ്പൊ അങ്ങനെ പിന്നെ അതിലേക്ക് സൂചന നൽകി. അപ്പൊ തലകൊണ്ട് ഇഷാറത്താക്കിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വക്കൽ നിന്ന് ആ അറാക്ക് വാങ്ങിച്ചിട്ട് ആദ്യം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് അവിടത്തെ വായിലിട്ട് പല്ലുകൊണ്ട് നല്ലപോലെ കടിച്ച് അത് സോഫ്റ്റ് ആക്കി. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് നല്ലപോലെ സോഫ്റ്റ് ആക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ അറാക്ക് കൊടുക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുകയും തിരിച്ച് ആയിഷ ബീവിക്ക് കൊടുക്കുകയും ചെയ്തു. തിരിച്ച് ആയിഷ ബീവിക്ക് കൊടുത്തപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് തന്റെ വായിലിട്ട് അതുകൊണ്ട് മിസ്വാക്ക് ചെയ്തു. എന്നിട്ട് ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും കൂടി ആ വേർപാടിന്റെ സമയത്ത്, വിട പറയുന്ന സമയത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിട പറയുന്ന ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് എന്റെ വായിലും എന്റെ തുപ്പുനീര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിലും ഞങ്ങൾ രണ്ടുപേരും തുപ്പുനീര് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതിനു ശേഷമാണ് റസൂലുള്ളാഹി വഫാത്തായത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എന്റെ തുപ്പുനീര് റസൂലുള്ളാഹിക്കും കിട്ടി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് എനിക്കും കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തുപ്പുനീരുകൾ കൈമാറിയതിനു ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സന്ദർഭത്തിൽ മരണം നടക്കുന്ന ആ സന്ദർഭത്തിൽ, റൂഹ് വിട പറയുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ മിസ്വാക്ക് ആ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിക്ക് മിസ്വാക്ക് ചെയ്ത് കൊടുക്കുക, അറാക്ക് പോലത്തോണ്ട് മിസ്വാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണ്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാക്കുകൾ ഉള്ള ഒരു മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ഫജിതനാ മിൻഹാ സിവാക്കൈനി, രണ്ട് മിസ്വാക്കുകൾ, അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള രണ്ട് മിസ്വാക്കുകൾ. പഴയ കാലത്ത് മിസ്വാക്ക് എന്നാണ് പറയുന്നത്. മിസ്വാക്ക് എന്നുള്ള നല്ല ഫിറ്റായ അർത്ഥമാണ്. തേച്ചുരച്ച് കഴുകുന്ന ഒരു സാധനം, അതിന്റെ മലയാളത്തിലുള്ള അതിന്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്, തേച്ചുരച്ച് കഴുകുന്ന ഒരു സാധനം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ രണ്ട് മിസ്വാക്കുകൾ, മിസ്വാക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മിസ്വാക്കുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നു. അഹദുഹുമാ മുഅവജ്ജുൻ വൽ ആഖറു മുസ്തഖീമുൻ. അവിടെയുള്ള പോയിന്റ്, അള്ളാഹിന്റെ റസൂൽ തന്നെ നേരിട്ട് പോവുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് പോവുകയാണ്. അങ്ങനെ നേരിട്ട് പോയിട്ട് അറാക്ക് മരത്തിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് പല്ല് തേക്കാൻ പറ്റിയ രണ്ട് അറാക്ക് കൊള്ളികൾ കൊണ്ടുവരികയാണ്. പല്ല് തേക്കാൻ പറ്റിയ രണ്ട് അറാക്ക് കൊള്ളികൾ കൊണ്ടുവരാൻ, ഒന്നല്ല കൊണ്ടുവന്ന്, രണ്ടെണ്ണ കൊണ്ടുവന്നത്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ കൂട്ടുയാത്രയിലൊക്കെ നമ്മുടെ മാത്രം കാര്യം വേണ്ടല്ല ശ്രദ്ധിക്കേണ്ടത്. കൂട്ടുജീവിതത്തിൽ കൂട്ടുയാത്രയിലൊക്കെ അങ്ങനെയാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം, എന്നിട്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്കണം. അതേപോലെ അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വല്ലതും കിട്ടിയാൽ അത് അയൽപക്കത്തൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളവിടൊക്കെ ഉണ്ട്. അങ്ങനെ അയൽപക്കത്തൊക്കെ കൊടുക്കും, അയൽവാസികൾക്കൊക്കെ കൊടുക്കും. അങ്ങനെ അത് പിന്നെ മറ്റു മതസ്ഥരാണെങ്കിലും അത് ചെയ്യും. മറ്റു മതസ്ഥരാണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. വീട്ടില് മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പഴുപ്പിച്ചിട്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്കും, കുടുംബത്തിൽക്കൊക്കെ കൊടുക്കും. നമ്മൾ മാത്രം എന്നുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ മറ്റുള്ള ആളുകളെയും കൂടി പങ്കെടുപ്പിക്കുന്ന രൂപം, അങ്ങനെ ഒരു ശൈലി പഴയ കാലത്ത് തന്നെ നമുക്കുണ്ട്. അത് അധിക പ്രദേശത്തും തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 2 അറാക്ക് കൊണ്ടുവന്നിട്ട് 2 മിസ്വാക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂടെയുള്ള ആൾക്ക് കൊടുത്തു. ആ കൂടെയുള്ള ആള് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. വകാന മഅഹു ബഅദു അസ്ഹാബിഹി, റസൂലുള്ളാഹിന്റെ കൂടെ സഹാബത്തിൽ ഇതിൽ ചില ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ അത് മുറിച്ചു കൊണ്ടുവരികയാണ്. ആ 2 പുള്ളികൾ മുറിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഒന്ന് കൊടുത്തപ്പോ അത് ഏറ്റവും നല്ലതാ കൊടുത്തത്. വളഞ്ഞ് കാണാൻ ചുറുക്കില്ലാത്ത വളഞ്ഞത് റസൂലുള്ള എടുത്തിട്ട് നല്ല വളവൊന്നും ഇല്ലാത്ത സ്ട്രൈറ്റ് ആയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂടെയുള്ള ആൾക്ക് കൊടുത്തു. ഇങ്ങനെയാണ് വേണ്ടത്. നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് അവരെ എപ്പോഴും നമ്മൾക്ക് മുന്തിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്യാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും വേണം. ഇവിടെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ അദ്ദേഹവും അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, കൂടെയുള്ള ആളും അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് എനിക്ക് തരികയാണ്, എനിക്കിപ്പോ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, എനിക്കൊന്നും ആവശ്യമില്ല, നമുക്കിപ്പോ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തരികയാണ്, അങ്ങനെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ തരണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, അങ്ങനെയാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞത്. നിങ്ങൾക്ക് ബിർറ് കിട്ടണമെങ്കിൽ, നന്മ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. ഹത്താ തുൻഫിഖൂ മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഹുബ്ബുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ആ സാധനം തന്നെയാണ് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്തത് കൊടുക്കല്ല വേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് നല്ലത്, ഏറ്റവും നല്ലത് തന്റെ കൂട്ടുകാരന് കൊടുത്തു. അപ്പോ ഫഖാല യാ റസൂലല്ലാഹ്, അപ്പോ അദ്ദേഹം പറഞ്ഞു, സഹാബി പറഞ്ഞു, അന്ത അഹഖു ബിന്നി ബിൽ മുസ്തഖീമി, തങ്ങൾ എത്ര വലിയ ആളാണ്, അവിടെ നിന്നല്ലേ ഈ നല്ലത് ഉപയോഗിക്കേണ്ടത്, അവിടെ നിന്നല്ലേ ഏറ്റവും ചുറുക്കുള്ളതും നല്ലതും ഉപയോഗിക്കേണ്ടത് തങ്ങളല്ലേ, ഞാനല്ലല്ലോ. ഞാനിപ്പോ ആരാ, ഞാനൊരു ചെറിയ ആളല്ലേ, തങ്ങൾ വലിയ ആളല്ലേ. അപ്പൊ എനിക്ക് നല്ലത് തന്നിട്ട് തങ്ങൾ ആ മോശമായത് എടുത്തു വെക്കലല്ലല്ലോ ശരി എന്ന് ആ സഹാബി പറഞ്ഞു. എനിക്ക് മോശമായത് തന്നിട്ട് നല്ലത് തങ്ങൾ എടുക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ فقال صلى الله عليه وسلم ما من صاحب يصحب صاحبا ولو ساعة من نهار إلا وسئل عن صحبته هل أقام فيها حق الله. കൂട്ടുകാർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർ തമ്മിലുള്ള കടമകൾ അവർ നിർവഹിച്ചോ എന്ന് അള്ളാഹു ചോദിക്കും. കൂട്ടുകാർ ഒന്നിച്ച് ജീവിക്കുന്ന അവസരത്തിൽ അവർ തമ്മിൽ കടപ്പാടുകളുണ്ട്. അത് കുറച്ച് സമയം, ഒരു സാഴത്തൻ, അത് കുറച്ച് സമയമാണ് അവർ ഒന്നിച്ച് ജീവിക്കുന്നതെങ്കിൽ പോലും, കുറച്ച് സമയമാണ് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും, കുറച്ച് സമയമാണ് ഒന്നിച്ച് ഓഫീസിൽ ഉള്ളതെങ്കിൽ പോലും അവർ തമ്മിൽ ഹുഖൂഖുകളുണ്ട്, ബാധ്യതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചോദിക്കും. എന്താ ചോദിക്കുക? ഹൽ അഖാമ ഫീഹാ ഔ അളഅഹു, ആ ബാധ്യതകൾ നിലനിർത്തിയോ അതല്ല നിലനിർത്തിയില്ലേ, അത് ശ്രദ്ധിക്കാതെ പോയോ, അവർ തമ്മിലുള്ള കടപ്പാടുകളും ബാധ്യതകളും ശ്രദ്ധിക്കാതെ പോയോ ഇല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്തസ്ഹബ ഇസ്നാനി ഇല്ലാ വകാന അഹബ്ബുഹുമാ ഇലല്ലാഹി തആല അർഫഖുഹുമാ ബിസാഹിബിഹി. രണ്ടാള് ഒന്നിച്ച് ജീവിക്കുമ്പോ, ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് തന്റെ സഹോദരനുക്ക് സഹായവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. പഴയ കാലത്ത് അർത്ഥമക്കല് ഒതക്കം ചെയ്യുന്ന ആൾക്കാരെന്ന് അർത്ഥമക്ക. തന്റെ കൂട്ടുകാരനക്ക്, തന്റെ സഹജീവിക്ക് ഒതക്കം ചെയ്യുന്ന ആൾക്കാർ എന്ന് അർത്ഥം വെക്കും. നല്ല ഒതക്കം ചെയ്യുന്ന ആളാണ്, ഒരു നല്ല ഫിറ്റായ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്വലവാസമാത്തങ്ങൾ പറയുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, രണ്ടാൾക്കാർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് തന്റെ സുഹൃത്തിനിക്ക് സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. ആ ചെയ്തു കൊടുക്കുക എന്നുള്ള മാനസിക അവസ്ഥ ഉണ്ടാകണം. എല്ലാവർക്കും എല്ലാ പോലെയും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യണം, കൊടുക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥ, എല്ലാം ഞാൻ ഉപയോഗിക്കുക എന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി പഴയ കാലത്ത് ഉള്ള ആ ചിന്ത, നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിലും മറ്റുള്ള ആൾക്കാരെ പങ്കാക്കണം, അവരെ കൂട്ടണം, അവർക്ക് കൂടി കൊടുക്കണം. ഇങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഗസാലി ഇമാം പറയുന്നു, വആദാബു സുഹ്ബത്തി അൽ ഈസാറു ബിൽ മാൽ, കൂട്ടുജീവിതത്തിന്റെ മര്യാദകൾപ്പെട്ട ഒന്നാണ് സാമ്പത്തികമായി മറ്റുള്ള ആളുകൾക്ക് മുൻഗണന നൽകുക.
സാമ്പത്തികമായി മുൻഗണന നൽകുക. അങ്ങനെ സാമ്പത്തികമായി മുൻഗണന നൽകാൻ കഴിയാതിരുന്നാൽ ഇവന്റെ കാര്യവും അവന്റെ കാര്യവും രണ്ടും കൂടി നടത്താനുള്ള സമ്പത്തില്ല. അങ്ങനെ വന്നാൽ അവിടെ മഹാനവറുകൾ പറഞ്ഞത് ഫബദലുൽ ഫളി മിനൽ മാലി ഇൻദൽ ഹാജത്തി, നിനക്ക് ഈ നിന്റെ കയ്യിലുള്ള കാശുകൊണ്ട് നിന്റെയും നിന്റെ കുട്ടികളുടെയും ബന്ധപ്പെട്ടവരുടെയൊക്കെ ചെലവ് നടത്തണം. അത് മറ്റൊരാൾക്ക് കൊടുത്താൽ ഈ ചെലവ് നടക്കാതെയായി പോവും. എങ്കിൽ അത് സ്വന്തം നിലയ്ക്ക് ചെലവ് നടത്തണം, സ്വന്തം കാര്യം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒരു സഹാബി പറഞ്ഞു, ഞാൻ എൻ്റെ മുതലുകൾ മുഴുവനും സദഖ ചെയ്യുകയാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട, മുതൽ മുഴുവനും സദഖ ചെയ്യണ്ട. അപ്പൊ ആ സഹാബി ചോദിച്ചു, എന്നാ ഞാൻ പകുതി സദഖ ചെയ്യട്ടെ ചോദിച്ചു. അങ്ങനെയും വേണ്ട, പകുതിയും സദഖ ചെയ്യണ്ട. എന്നാൽ ഞാൻ 1/3 സദഖ ചെയ്യട്ടെ. അങ്ങനെ വേണമെങ്കിൽ ചെയ്തോ, 1/3 സദഖ ചെയ്തോ എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത്, നിന്റെ മക്കള്, നിന്റെ ആശ്രിതർ, നിന്റെ ശേഷം അവരിങ്ങനെ ജനങ്ങളോട് ഇരക്കുന്ന രൂപത്തിൽ ആ മക്കളെ ആക്കരുത്. നിന്റെ ശേഷം മക്കളെ ഇരക്കുന്ന രൂപം ഉണ്ടാവരുത്. അപ്പോൾ നീ എല്ലാം സദഖ ചെയ്താൽ പിന്നെ ഈ കുട്ടികൾക്ക് എന്താ ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് നിന്റെ ശേഷം തകഫഫുന്നാസ എന്നാണ് ഹദീസിൽ കാണാം. ജനങ്ങളോട് പോയി ചോദിക്കും, ഒന്നുമില്ല, ഇജ്ജ് പോയിക്കോ, ഒന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ വിടും. അപ്പൊ ആ കുട്ടിക്ക് എത്രമാത്രം വിഷമമുണ്ടാകും. അങ്ങനെ അപമാനിതനായിക്കൊണ്ട് മക്കൾ ജീവിക്കരുത്, അപമാനം സഹിച്ചുകൊണ്ട് മക്കൾ ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം സദഖ ചെയ്യണ്ട, പകുതിയും സദഖ ചെയ്യണ്ട, 1/3 തന്നെ വളരെ കൂടുതലാണ്, 1/3 വളരെ കൂടുതലാണ്. അക്കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ള മുതല് ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മുതൽ സമ്പാദിക്കുന്നതിനെ പറ്റിയിട്ടല്ല. മുതൽ സമ്പാദിക്കൽ വേറെ, ഉള്ള മുതൽ ചെലവഴിക്കൽ വേറെ. നമ്മുടെ കയ്യിൽ ഉള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അധ്വാനിച്ചിട്ട് അത് കിട്ടി തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അനന്തരാവകാശമായി തന്നിട്ടുണ്ടാകും. അത് ചെലവഴിക്കുമ്പോൾ മക്കളെ കാര്യം ആലോചിക്കണം. എന്നല്ലാതെ മുതലിങ്ങനെ കൂടുതൽ സമ്പാദിക്കുക എന്നുള്ളത് അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമല്ല. മുതലിങ്ങനെ കൂടുതൽ മുതലിനോടുള്ള ആർത്തി, ഉള്ളത് അള്ളാഹു തന്ന അത് ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഗസാലി ഇമാം പറഞ്ഞത്, നിനക്ക് ആവശ്യമുണ്ട്, നിന്റെ കുട്ടികൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ സുഹൃത്തിനിക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കണം. കാരണം ഇവരെ കാര്യം ശ്രദ്ധിക്കണ്ടേ, നിന്റെ കാര്യം ശ്രദ്ധിക്കണ്ടേ, അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളത് കൊടുക്കണം. അതല്ല, നിനക്കും അതേപോലെ തന്നെ കൂട്ടുകാരനും രണ്ടുപേർക്കും കൂടി ചെലവഴിക്കാനുള്ള ഉപയോഗപ്പെടുത്താനുള്ള സമ്പത്ത് ഉണ്ടായാലോ, രണ്ടുപേർക്കും കൂടി ഉപയോഗപ്പെടുത്താനുള്ള സമ്പത്ത് ഉണ്ടായാലോ നീ അവനക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ നിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനുകൾ പറയുന്നു, വൽഇആനതു ബിന്നഫ്സി ഫിൽ ഹാജാതി അലാ സബീലിൽ മുബാദറത്തി മിൻ ഗൈരി ഇഹ്വാജിൻ ഇലാ ഇൽതിമാസിൻ. അത് നല്ലൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. തന്റെ സുഹൃത്ത്, തന്റെ ഇണ, ഭാര്യയാവട്ടെ, ഭർത്താക്കളാവട്ടെ, മക്കളാവട്ടെ, കൂടെയുള്ള ആൾക്കാർ ആരായിരുന്നാലും ശരി, അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് നിർവഹിക്കണം. അവർ ആവശ്യപ്പെടാൻ കാത്തു നിൽക്കരുത്. മിൻ ഗൈരി ഇൽതിമാസിൻ, അവരാവശ്യപ്പെടാൻ കാത്തു നിൽക്കരുത്. അവരെ കണ്ടറിഞ്ഞുകൊണ്ട് ഇന്ന സാധനം ഇപ്പൊ ആവശ്യമുണ്ട് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഓരോ സന്ദർഭങ്ങളിൽ ആവശ്യമുള്ളത് കണ്ടറിഞ്ഞുകൊണ്ട് നിർവഹിച്ചു കൊടുക്കണം. ഇങ്ങോട്ട് ആവശ്യപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത് നല്ലൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ്, കൂട്ടുജീവിതത്തിൽ നല്ലൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവനക്ക് പിന്നെ ആവശ്യപ്പെട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നമാതിരി ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു സ്നേഹം മനസ്സിൽ നിൽക്കാനും കാരണമാവും. മനസ്സിൽ വലിയ സ്നേഹം കണ്ടറിഞ്ഞ് ഒരാള് മറ്റൊരാളോട് ചോദിക്കുന്നത്, ഭൂരിപക്ഷ ആളുകളും ഒരാളോട് ചോദിക്കാൻ മടിക്കും. അത് വലിയ അഭിമാന പ്രശ്നമാണ്. മറ്റു ചില ആൾക്കാർ അങ്ങനെ പതിവാക്കിയ ആൾക്കാർക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ല. അങ്ങനെയുള്ള മുങ്ങിക്കുളിച്ചാൽ കുളിരറ്റും എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ. മുങ്ങിക്കുളിച്ചാൽ പിന്നെ കുളിര് പോയി. അപ്പൊ ഒരു വസ്തുവിൽ അങ്ങനെ മുങ്ങിയ ആൾക്ക് പിന്നെ ഇങ്ങനെ ചോദിച്ച് നടക്കാനൊന്നും മടിയുണ്ടാവില്ല. അതല്ലാത്ത ആളുകൾ ചോദിക്കാനും വല്ലാതെ മടിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഗസാലി റളിയല്ലാഹു തആല പറഞ്ഞത്, ഇങ്ങോട്ട് ആവശ്യപ്പെടാൻ കാത്തു നിൽക്കാതെ കണ്ടറിഞ്ഞുകൊണ്ടിട്ട് അങ്ങോട്ട് നിർവഹിച്ചു കൊടുക്കുക. ഇതും കൂട്ടുജീവിതത്തിൽ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്. വകിത്മാനു സിർരി, രഹസ്യങ്ങൾ മറച്ചു വെക്കുക. ഓരോരുത്തർക്കും രഹസ്യങ്ങൾ ഉണ്ടാകും. ആ രഹസ്യങ്ങളൊക്കെ മറച്ചു വെക്കുക. ഒരാളുടെ രഹസ്യം മറച്ചു വെക്കുക എന്നുള്ളത്
അയാളോട് കാണിക്കുന്ന വലിയ നീതിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ധരിച്ച് ധാരാളം സ്ഥലത്ത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് സത്റുൽ ഉയൂബി, ന്യൂനതകളൊക്കെ മറച്ചു വെക്കുക. ന്യൂനതകൾ ഉണ്ടാകും, ഓരോരുത്തരും ജീവിക്കുന്ന അവസരത്തിൽ, കൂടെ ജീവിക്കുന്ന അവസരത്തിൽ ന്യൂനതകളൊക്കെ ഉണ്ടാകും, അത് മറച്ചു വെക്കുക. ഒരു വിഷയത്തിൽ മസ്ലഹത്തിൽ ഞാൻ ഏർപ്പെട്ടപ്പോ പല വിഷയങ്ങൾ പറഞ്ഞ് ഞാനിങ്ങനെ ക്രോസ് ചെയ്തിട്ടാവുമ്പോ ഓനക്ക് നിക്കക്കള്ളില്ലാത്ത അവസരത്തിൽ പറഞ്ഞു ഉസ്താദിനെ പറ്റി ഓൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഓനോട് വെറുപ്പായി. ആ വെറുപ്പ് മനസ്സിൽ വെറുപ്പ് വന്നു. അപ്പൊ അത് എന്നെ തെറ്റിക്കാനാണ്. അയാളോട് എനിക്കൊരു വെറുപ്പുണ്ടാക്കാനാ പറഞ്ഞത്. അയാളോടൊരു വെറുപ്പുണ്ടാക്കാൻ ഉസ്താദിനെ പറ്റിയ, എന്നിട്ട് അത് ഇന്നതാണ് പറഞ്ഞു എന്നും പറഞ്ഞു. ഞാനിപ്പോ മലക്കൊന്നുമല്ലല്ലോ, ഞാൻ പ്രവാചകനൊന്നുമല്ലല്ലോ. നമ്മുടെ അടുത്തും തെറ്റുകളൊക്കെ ഒരുപാട് വരൂലേ. അത് മനുഷ്യനല്ലേ, മനുഷ്യനാരാക്കുണ്ടാവുമല്ലോ. മനുഷ്യൻ തെറ്റ് ചെയ്യാതിരുന്നാൽ അന്ന് അവിടെ മലക്കുകളെ കൊണ്ടുവരുന്നതാണ്. തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ കൊണ്ടുവരും. മനുഷ്യൻ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്ത് അള്ളാഹോട് പൊറുക്കലിനെ ചോദിക്കുമ്പോൾ അള്ളാഹ്ക്കത് ഇഷ്ടമാണ്. മനുഷ്യന്മാരത്തൊക്കെ വരും. എന്തായിരുന്നാലും അപ്പോ ഞാൻ അദ്ദേഹത്തിനക്ക് അനുകൂലമല്ലാത്തൊരു തീരുമാനമെടുത്ത് എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ടായിട്ട് അതിനാണ് റൂട്ട് തിരിച്ചത്. ആ റൂട്ട് തിരിച്ചപ്പോ അപ്പൊ ഞാൻ പോരാ, ഇതിപ്പോ എന്താ അള്ളാഹിനെ പറ്റി പറഞ്ഞില്ല, അതിന്റെ അപ്പുറം അപ്പൊ ഞാൻ അല്ലല്ലാന്ന് പറഞ്ഞില്ല. അള്ള ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇപ്പോ അല്ലല്ലാന്ന് പറഞ്ഞില്ല. അതിനിപ്പോ എന്താ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിനേക്ക് അത് തടസ്സമൊന്നുമല്ല. ഇനിയിപ്പോ ഒരാൾ നമ്മോട് അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെ പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്ന് വിചാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഹക്കായ രൂപത്തിലല്ലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അത് എന്നോട് ദേഷ്യമുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? അത് പാടില്ലല്ലോ. അത് ദീനിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അള്ളാഹു ചോദ്യം ചെയ്യൂലേ. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. അതും പറഞ്ഞിരിക്കുന്നതോ സ്വന്തം ആൾക്കാരെ പറ്റിയാണ്. ഈ സ്വന്തം ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തെ പറ്റി മറ്റൊരാളോട് മോശമായി പറഞ്ഞു കൊടുക്കരുത്. അത് പല്ല് കുത്തിയിട്ട് മറ്റുള്ള ആൾക്ക് മണക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞ് പഴയ ചൊല്ലുണ്ട്. ഇപ്പൊ എന്റെ പല്ല് കുത്തിയിട്ട് ആർക്ക് മണക്കാൻ കൊടുക്കുക, മറ്റാൾക്ക് മണക്കാൻ കൊടുക്കുക എന്ന് പറയാറുണ്ട്. അതേപോലെ സ്വന്തം കുടുംബക്കാർ, ജ്യേഷ്ഠാനുജന്മാർ, ഇവരുടെയൊക്കെ ന്യൂനതകൾ, അവരുടെ വക്കൽ നിന്നുള്ള അയവുകളൊന്നും വേറെ ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബം മോശമാണെന്ന് ഒരു മനസ്സിലാക്കും. ഇവര് കുടുംബക്കാരൊക്കെ എങ്ങനെയാണ്, ഇവര് തല്ലും പിടിയും കൂട്ടുന്ന കുടുംബക്കാരാണ്. ആ കുടുംബക്കാർ തമ്മിൽ തന്നെ ഐക്യമില്ല, യോജിപ്പില്ല എന്നാണ് അവർ മനസ്സിലാക്കുക. എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ജ്യേഷ്ഠാനുജന്മാര്, സഹോദരിമാര്, ഇത്തരം ആളുകളിലുള്ള ന്യൂനതകൾ അത് ആരോടും പറയരുത്. അത് മറച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നല്ല സ്വഭാവമെന്ന് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഒസാരി ഇമാം പറയുന്നു, വക്കിത്തുമാനു സിരി, രഹസ്യം മറച്ചു വെക്കണം. സത്റുൽ ഉയൂബി, ന്യൂനതകൾ മറച്ചു വെക്കണം. ന്യൂനതകൾ ഇങ്ങനെ വിളിച്ചു പറയരുത്. പ്രത്യേകിച്ച് തെറ്റുകയോ അല്ലെങ്കിൽ വല്ല വിഷമം മനസ്സിൽ കുടുങ്ങുകയോ ചെയ്താൽ, സാധാരണഗതിയിൽ വിഷമം മനസ്സിൽ കുടുങ്ങിയാലാണെന്ന് പറയാം, അല്ലെങ്കിൽ പരസ്പരം തെറ്റിയാലാണ് ന്യൂനതകളൊക്കെ വിളിച്ചു പറയാം. അത് ചെയ്യരുത്. ന്യൂനതകളൊക്കെ മറച്ചു വെക്കണം. ആൾക്കാർ തന്റെ സുഹൃത്തിനെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓനോട് പറയാതിരിക്കുക. എന്നെ പറ്റി ഓൻ അങ്ങനെ പറഞ്ഞിരിക്കണ്, എന്നെ പറ്റി ഓൻ ഇങ്ങനെ പറഞ്ഞിരിക്കണ് എന്ന് ഇവനക്ക് കേൾക്കുമ്പോ വിഷമം തോന്നുന്ന വർത്തമാനങ്ങൾ പറയാതിരിക്കുക. ജനങ്ങൾ അവനെ പറ്റി ആക്ഷേപമായി മോശമായിട്ട് ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവനക്ക് വിഷമമുണ്ടാക്കുന്ന വാക്കുകളൊന്നും അവരോട് പറയാതിരിക്കുക. അതൊന്നും അവരോട് പറയാ. ആളുകൾ എന്തെങ്കിലും തന്റെ സുഹൃത്തിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഇന്നാൾ എന്നെ പറ്റി ഇങ്ങനെ ഇന്ന നല്ലത് പറഞ്ഞിട്ടുണ്ട്, ഈ രൂപത്തിൽ എന്നെ പറ്റി പ്രശംസിച്ചിട്ടുണ്ട്, നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങൾ അവനെ പറ്റി നല്ലത് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനോട് പറയുക. ജനങ്ങൾ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക. എന്തൊരു റാഹത്തുണ്ടാകും ഇങ്ങനൊക്കെ ജീവിച്ചാൽ. എന്തൊരു സന്തോഷം ഉണ്ടാവും കുടുംബത്തില്, അതേപോലെ തന്നെ യാത്രയില്, എല്ലാ സ്ഥലങ്ങളിലും. മഹാനായ ഗസാലി ഇമാം പറഞ്ഞ പോലെ, ഗസാലി ഇമാം 3 രൂപം പറഞ്ഞിട്ടുണ്ട്. പരിചയമുള്ള ആളുകൂടെ എങ്ങനെ പെരുമാറണം, പരിചയം ഇല്ലാത്ത ആളുകൂടെ എങ്ങനെ പെരുമാറണം, അതേപോലെ തന്നെ കൂട്ടുജീവിതത്തിൽ എങ്ങനെ പെരുമാറണം, അതേപോലെ അള്ളാഹുമായിട്ട് എങ്ങനെ പെരുമാറണം. ഇതൊക്കെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ പറയാനുള്ള കഴിവുള്ള ആൾക്കാർ തന്നെയാണ് അവരൊക്കെ. എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പറയാൻ നല്ലപോലെ കഴിവുള്ള ആളുകളാണ്. എന്നിട്ട് പറയുകയാണ്, ജനങ്ങൾ അവനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവനോട് പറയുക.
എപ്പോഴും ശ്രദ്ധിക്കണത്. നമ്മുടെ ഭാര്യയാവട്ടെ ബന്ധപ്പെട്ട ആൾക്കാരാവട്ടെ അവരോട് പറയുന്നത് അവർക്ക് സന്തോഷമുള്ളതായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാം പറഞ്ഞോളണമെന്നില്ലല്ലോ, എല്ലാം പറഞ്ഞോളണമെന്നില്ല, ഉള്ളതേ പറയാവുന്ന. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാ സത്യങ്ങളും പറഞ്ഞോളണമെന്നില്ല, പറയുന്നത് സത്യമാകണമെന്നേ ഉള്ളൂ. എല്ലാം ഒരാളോട് പറയണമെന്നുണ്ട്, എൻ്റെ എല്ലാ വിഷയങ്ങളും ഉണ്ടാവും ഒക്കെ ഒരാൾ പറയണമെന്നുണ്ടോ? എല്ലാ സത്യങ്ങളും പറയേണ്ടതില്ല, പറയുന്നതൊക്കെ സത്യമായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ സന്തോഷമുള്ള ഏതൊരാളോട് സംസാരിക്കുമ്പോഴും അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനും ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഉലമാക്കള് നേതാക്കന്മാർക്കൊക്കെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലപ്പം ഗൗരവത്തിൽ പറയേണ്ടി വരും. അത് അവിടെ നോക്കാൻ പറ്റൂല, അത് അവരുടെ കടമയാണ്. ഉലമാക്കള് നേതാക്കന്മാർക്കൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെ പരസ്യമായിട്ടൊക്കെ പറയേണ്ടി വരും, അത് അവരുമായുള്ള ബാധ്യതയാണ്. അതും ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും പറയുകയാണ്, ഹദീസ്, തന്റെ സഹോദരൻ, തന്റെ സഹയാത്രികൻ, അതേപോലെ തന്നെ സഹപാഠി, ഇവരൊക്കെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഫീഹി, അതിന് തർക്കിക്കാനും മറ്റും നിൽക്കരുത്. ഓൻ എന്തെങ്കിലും പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. അത് നല്ല ഒരു ആശ്വാസമാണ്. ഒരാൾ പറയുന്നത് കേട്ടുകൊടുക്കുക. പലരും പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കാനൊന്നും ആരുമില്ല, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരോടാ പറയാന്ന് കേട്ട് തരാൻ ഒരാൾ വേണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ അവൻ പറയുന്നത് കേട്ട് കൊടുക്കുക. ഇതും വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. സംസാരിക്കുന്നതിന്റെ ഇടയിൽ തർക്കം ഉന്നയിക്കാതെ അവൻ പറയുന്നത് നല്ലപോലെ കേട്ടുകൊടുക്കുക. ഓനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് വിളിക്കുക, ഏറ്റവും ഇഷ്ടമുള്ള പേര്, ഓനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഓനെ വിളിക്കേണ്ടത്. ആ പേര് വിളിച്ചാല് ഓനക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ പേര് വിളിക്കുക, അതും ഈ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്നിട്ട് മഹാനായ ഗസാലി ഇമാം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അവന്റെ നന്മകൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഓനെ പുകഴ്ത്തി പറയുക. ഓൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ നല്ല കാര്യങ്ങളുമെല്ലൊക്കെ പുകഴ്ത്തി പറയുക. ഇത് കൂട്ടുജീവിതത്തിൽ അതേപോലെ തന്നെ യാത്രയിൽ ഇതൊക്കെ അനിവാര്യമാണെന്ന് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇനിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇനി ഏതൊരു അമൽ ചെയ്താലും, ഒരു ഇബാദത്ത് ചെയ്തതിന് ശേഷം ചെയ്ത ഇബാദത്തിൽ എന്തെങ്കിലും ഫർളുകൾ ഒഴിവാക്കി എന്ന് ഉറപ്പ് വന്നാൽ അത് മടക്കി ചെയ്യണം. എന്തെങ്കിലും ഫർള് ഒഴിവാക്കി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മടക്കി ചെയ്യണം. ഇപ്പൊ ഒരാള് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സുജൂദ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അവനക്ക് ഉറപ്പ് വന്നാൽ, ഒരു സുജൂദ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അവനക്ക് ഉറപ്പ് വന്നാൽ, ആ ഉറപ്പ് സലാം വീട്ടി ഉടനെയാണെങ്കിൽ ഒരു സുജൂദാണ് ചെയ്താൽ മതി. അങ്ങനെ സുജൂദ് ചെയ്തതിന്റെ ശേഷം പിന്നെ അത്തഹിയ്യാത്ത് ഓതണം. സുജൂദിന്റെ ശേഷമാണ് അത്തഹിയ്യാത്ത് ഓതിയിട്ട് പിന്നെ സലാം വീട്ടണം. അല്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എങ്കിൽ നിസ്കാരം മടക്കി നിസ്കരിക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് ഉടനെയാണെങ്കിൽ ആ സുജൂദ് അങ്ങോട്ട് ചെയ്തിട്ട് അത്തഹിയ്യാത്ത് ഓതിയിട്ട് സലാം വീട്ടിയാൽ മതി. ഉറപ്പുണ്ടെങ്കിൽ. സംശയമാണ്, ഒരു സുജൂദ് ഇപ്പൊ ചെയ്തുകണോ ഇല്ലേ, ഒരു സുജൂദ് ചെയ്തിട്ടുള്ളൂ, 2 സുജൂദ് ചെയ്തുകണോ. ചിലപ്പോൾ ഈ പ്രായമൊക്കെ കൂടിക്കഴിഞ്ഞാല് ഈ സംശയങ്ങൾ കൂടും, മെമ്മറി പവർ കുറയും. അപ്പൊ മെമ്മറി പവർ വല്ലാതെ പലർക്കും കുറയുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കേൾക്കുന്നുണ്ട്. മെമ്മറി പവറുകൾ കുറയുന്നുണ്ട്. പഴയ കാലത്ത് ഒരു 10, 70, 80 വയസ്സ് കഴിഞ്ഞാൽ ഈ ഓർമ്മശക്തി കുറയാറുള്ളൂ. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നല്ലപോലെ ഓർമ്മശക്തി പലർക്കും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ നിസ്കാരത്തിലും വരും, അത് നിസ്കാരത്തിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ വന്നാൽ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന്റെ ശേഷം ഞാൻ ഇപ്പോൾ ഒരു സുജൂദ് ചെയ്തോ ചെയ്തില്ലേ എന്ന് സംശയം വന്നാൽ ആ സംശയം അസ്ഥാനത്താണ്. ഒരു അമല് ചെയ്തതിന്റെ ശേഷമുള്ള സംശയം, ഒതു കൊടുത്തതിന്റെ ശേഷം. ഇപ്പൊ ഞാനിപ്പോ കാല് കഴുകോ ഇല്ലേ, കാല് കഴുകിക്കണപ്പോ 2 കാലും കഴുകോ, ഒതുർത്ത് കഴിഞ്ഞതിന് ശേഷം സംശയം വന്നു. അല്ലെങ്കിൽ ഒതുർത്ത് കഴിഞ്ഞതിന് ശേഷം കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൈ കഴുകിയതാണ്. അപ്പൊ കൈ നോക്കുമ്പോ നല്ല ഫാൻ ഉണ്ടായിരുന്നു, നോക്കുമ്പോ ഈ കൈമ്മ വെള്ളമൊന്നും കാണുന്നില്ല, ഉണങ്ങി പോയിട്ടുണ്ടാവും. പെട്ടെന്ന് എന്തെങ്കിലും ഉണങ്ങും. അപ്പൊ ഞാൻ ഈ കൈ കഴുകിയോ, കഴുകിയില്ലേ. ഒതുർത്തുകൊണ്ടിരിക്കുമ്പോ സംശയം വന്നാൽ അത് കഴുകണം. ഒതുർത്തുകൊണ്ടിരിക്കുമ്പോ സംശയം വന്നാൽ, ഒതുർത്ത് കഴിഞ്ഞതിന് ശേഷം സംശയം വന്നു, കൈ കഴുകിക്കണോ അല്ലെങ്കിൽ കാല് കഴുകിക്കണോ
എന്ന് സംശയം വന്നാൽ, ഉറപ്പ് വന്നാൽ മടക്കി ചെയ്യണം. സംശയമാണെങ്കിൽ ആ സംശയം അസ്ഥാനത്താണ്. ഒരു അമൽ ചെയ്തതിന് ശേഷമുള്ള സംശയം, അത് ഒന്നുവാവട്ടെ നിസ്കാരമാവട്ടെ, സംശയം വേറെ ഉറപ്പ് വേറെ. ഒരു അമൽ ചെയ്തതിന് ശേഷമുള്ള സംശയം അസ്ഥാനത്താണ്. എന്നാൽ ഒരാള് സഹ്വിന്റെ സുജൂദ് ചെയ്യാം, സലാം വീട്ടിയതിന് ശേഷം ചെയ്യണം. അങ്ങനെ ചെയ്യാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സഹ്വിന്റെ സുജൂദ് സലാം വീട്ടിയതിന് ശേഷവും ചെയ്യാം. സലാം വീട്ടിയതിന് ശേഷമാണ് ഓർമ്മ വന്ന് സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ടില്ല. അപ്പോ ഇപ്പം ഒന്നാമത്തെ അത്തഹിയ്യാത്ത് മറന്നുപോയി, അല്ലെങ്കിൽ ഖുനൂത്ത് മറന്നുപോയി. അപ്പൊ അതിനു വേണ്ടി സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എന്നോട് ഇപ്പൊ ചമ്മാട്ടെന്ന് 2 ചെറുപ്പക്കാര് പറഞ്ഞു, ഉസ്താദെ സഹ്വിന്റെ സുജൂദ് ചെയ്യാത്തൊരു നിസ്കാരം ഇപ്പൊ എനിക്കില്ലാറ്. എല്ലാ നിസ്കാരത്തിലും സഹ്വിന്റെ സുജൂദ് ചെയ്ത് വരികയാണ്. കാരണം മറവി വരികയാണ്. അതുകൊണ്ട് 2 കൊല്ലം മുമ്പ് അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ചെന്നപ്പോ വീണ്ടും പറഞ്ഞു അതിനൊന്നും മാറ്റം വന്നിട്ടില്ല. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ പല ചിന്ത വരികയാണ്, പലപ്പോഴും മറന്നു പോവാണ്. സഹ്വിന്റെ സുജൂദ് ചെയ്യാതെ നിസ്കരിക്കാൻ കഴിയണില്ല. അപ്പൊ സഹ്വിന്റെ സുജൂദ് മറന്നുപോയാലോ? അങ്ങനെ ഉണ്ടാവാലോ. സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് വിചാരിച്ച് മറന്നുപോയാൽ സലാം വീട്ടി ഉടനെ അത് ഓർമ്മ വന്നു. സലാം വീട്ടി ഉടനെ ഓർമ്മ വന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യാം. ചെയ്യൽ സുന്നത്താണ്. സഹ്വിന്റെ സുജൂദേ സുന്നത്താണ്. അത് ചെയ്തില്ലാച്ചിട്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നും വരില്ല. സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ട് പിന്നെ സലാം വീട്ടണം. അപ്പൊ ആ സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് അവനക്ക് സംശയം വന്നത്. ഞാനിപ്പോ ഇത് ചെയ്തുകൊള്ളോ, നിസ്കാരത്തിന്റെ സുജൂദ് ഒഴിവാക്കിയിട്ടില്ലേ എന്നുള്ള സംശയം വന്നത്. നേരെ മറിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്യാതെ ഇവനക്ക് സംശയം വന്നാൽ പ്രശ്നമല്ല. കാരണം സലാം വീട്ടി കഴിഞ്ഞിട്ടുള്ള സംശയം അസ്ഥാനത്താണ്. പക്ഷെ ഇവിടെ സലാം വീട്ടിയിട്ട് ഓൻ സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഓനക്കൊരു സംശയം, ഞാൻ ഏത് ഒഴിവാക്കിക്കണോ, ഒരു സുജൂദ് ഒഴിവാക്കിക്കണോ ഇല്ല സംശയം വന്നാൽ ആ സുജൂദ് ചെയ്യണം. കാരണം നിസ്കാരത്തിലേക്ക് തിരിച്ചു വന്നു. സഹ്വിന്റെ സുജൂദ് സലാം വീട്ടിയിട്ട് പിന്നെ നിസ്കാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടാണ് ഓൻ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത്. അപ്പോ സഹ്വിന്റെ സുജൂദിന് വേണ്ടിയിട്ട് അവൻ ഒരുങ്ങുമ്പോ, സലാം വീട്ടിയതിന്റെ ശേഷം സഹ്വിന്റെ സുജൂദിന് വേണ്ടി ഒരുങ്ങുന്ന അവസരത്തിൽ അവനക്ക് ഞാനൊരു സുജൂദ് ഒഴിവാക്കിക്കണോ ഇല്ലേ എന്നുള്ള സംശയം വന്നാൽ സുജൂദ് ചെയ്യണം. ആ സുജൂദ് ചെയ്തിട്ട് അവൻ അത്തഹിയ്യാത്തും ഓതിയിട്ട് പിന്നെ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇങ്ങനെയാണ് വേണ്ടത്. ഈ സഹ്വിന്റെ സുജൂദ് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, ആ സുജൂദ് ചെയ്യണം. കാരണം നിസ്കാരത്തിൽ സംശയം വന്ന പോലെയായി. സലാം വീട്ടിയതിന് ശേഷമുള്ള സഹ്വിന്റെ സുജൂദിന് വേണ്ടി ഒരുങ്ങുമ്പോഴുള്ള ആ സംശയം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംശയം വന്ന പോലെയായി. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംശയം വന്നാൽ അത് ദൂരീകരിക്കണം. അത് പൂർത്തിയാക്കിയിട്ട് അടുത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. എങ്ങനെ സംശയം റുക്കൂ ചെയ്തുക്കണോ ഇല്ല എന്നുള്ള സംശയം വന്നത് സലാം വീട്ടിയതിന് ശേഷമാണെങ്കിൽ അത് അസ്ഥാനത്താണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്നാൽ അത് ചെയ്യണം. റുക്കൂ ചെയ്ത് റുക്കൂ മുതൽ ബാക്കിയുള്ളത് ചെയ്യണം. അപ്പോ ഒന്നാമത്തെ റക്അത്തിൽ ഞാൻ റുക്കൂ ചെയ്തിരിക്കുന്നോ ഇല്ലയോ എന്നുള്ള സംശയം എപ്പോ വന്നാല്, സലാം വീട്ടിന് ആ നേരത്ത് വന്നു. എപ്പോഴ്? അത്തഹിയ്യാത്തിലിരിക്കുമ്പോ വന്നു. അത്തഹിയ്യാത്തിലിരിക്കുമ്പോ ഞാൻ ഒന്നാമത്തെ റക്അത്തിൽ ഏത് ഒഴിവാക്കിക്കണോ ഒരു സംശയം എങ്കിൽ ആ ഒന്നാമത്തെ റക്അത്ത് രണ്ടാമത്തെ റക്അത്ത് കൊണ്ട് കിട്ടി, രണ്ടാമത്തെ റക്അത്ത് മൂന്നാമത്തെ റക്അത്ത് കൊണ്ട് കിട്ടി, മൂന്നാമത്തെ റക്അത്ത് നാലാമത്തെ റക്അത്ത് പോയി. അപ്പോ ഓന് ഒരു റുക്കൂ ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി. ബാക്കി എല്ലാം നിസ്കാരം മുഴുവനും മടക്കണമെന്നില്ല, 4 മടക്കണമെന്നില്ല. ഏത് മാത്രം ചെയ്താൽ മതി? റുക്കൂ മാത്രം ചെയ്തിട്ട് ബാക്കി റുക്കുവിന്റെ ശേഷമുള്ള ഇഅ്തിദാലും സുജൂദും ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പെടുന്നതിനുള്ള മരണം വല്ലാതെ കൂടിയിരുന്നു. ഇപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മളെ റഷീദ് പുളിക്കത്തോടി അബൂക്കരാജിന്റെ മകൻ റഷീദ് പെട്ടെന്നാണ് മരിച്ചത്. അങ്ങനെ ളുഹറിന്റെ ശേഷം കുറച്ച് സൗകര്യങ്ങളും മറ്റൊക്കെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്തു, വിറകൊക്കെ വെട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അസുഖം വന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അയൽപക്കത്ത്, എനിക്ക് പോകാൻ പറ്റിയില്ല, ഈ ചൊവ്വാഴ്ച എൻ്റെ അയൽപക്കത്ത് ഒരു 10-32 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, ഓനെ ഉള്ളൂ ആ വീട്ടിലൊരു ആണായിട്ട്. ഓൻ്റെ വാപ്പാക്കും ഓരോ ആൺകുട്ടിയേ ഉള്ളൂ, ഷാജി എന്ന് പറഞ്ഞൊരു കുട്ടി. ഓൻ ജ്വല്ലറി നടത്തുന്നവനാണ്. രാത്രി ജ്വല്ലറിയൊക്കെ പൂട്ടി വീട്ടിൽ വന്ന് ഒരു 11:30 മണി സമയത്ത് കുട്ടികളുമായൊക്കെ ഇരുന്ന് സംസാരിച്ച്
അങ്ങനെ ചിരിക്കണതൊക്കെ അയൽവാസികളൊക്കെ കേട്ടുകയാണ്. അങ്ങനെ ചിരിച്ച് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പോയി ആശുപത്രിയിൽ എത്തുന്നതിനും മരിച്ചു. ഒരു അസുഖമില്ല, ഒന്നുമില്ല. എല്ലാവരും ബേജാറായിപ്പോയി. യാതൊന്നുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞതാണ്. അപ്പൊ ഇതിന് പിന്നെ പരിസരത്ത് നിന്നൊക്കെ ആള് വന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്ക് മരിച്ചു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് ചെയ്ത് അനുഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ സുരക്ഷിതമായി ചില ദുആകൾ മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവസ്സലു ഇലൈക ബിനബിയിക വസഫിയിക വറസൂലിക നബിയ്യി റഹ്മത്തി സയ്യിദനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുആഫിയനി ആഫിയത്തൻ ലാ സഖമ മഅഹ വതൂല ഉംരിൻ ലാ ഹമ്മ ഫീഹി വതഅത്തൻ ലാ മഅസിയത മഅഹ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ വബിൽ ഇജാബത്തി ജദീർ. അത് മഹാന്മാരായ ആൾക്കാർ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും 3 വട്ടം ചെല്ലുന്ന ഒരു ദുആയാണ്. അതിന്റെ അർത്ഥം, അല്ലാഹുവേ എനിക്ക് രോഗമില്ലാത്ത ആഫിയത്ത് കൊണ്ട്, അൻ തുആഫിയനി ആഫിയത്തൻ ലാ സഖമ മഅഹ, രോഗമില്ലാത്ത ആഫിയത്ത്. രോഗം എന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയാത്ത രോഗം എന്നർത്ഥം. ചെറിയ രോഗമൊന്നും ഇല്ലാതെ മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പൊ താങ്ങാൻ കഴിയാത്ത രോഗം ഇല്ലാത്ത ആഫിയത്ത് നീ കൊണ്ടാ. അപ്പൊ തൂല ഉംരിൻ, ദീർഘായുസ് കൊണ്ടാ. ദീർഘായുസ് കൊണ്ടാ ലാ ഹമ്മ ഫീഹി, അതിൽ മാനസിക പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത, ടെൻഷനുകളൊന്നും ഇല്ലാത്ത ദീർഘായുസ്. കുറെ ടെൻഷനും ഇടങ്ങേറുകളൊക്കെ ഉണ്ടായിട്ട് ദീർഘായുസ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ തൂല ഉംരിൻ ലാ ഹമ്മ ഫീഹി, അതേ താഴത്തല്ല മഅസിയത മഅഹ, ദോഷം ചെയ്യാത്ത രൂപത്തിൽ നിനക്ക് താഴത്തിനുള്ള അവസരം കൊണ്ടാ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് ഒരു ദുആ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, പടച്ചോനെ എനിക്ക് ആഫിയത്ത് കൊണ്ടാ, രോഗമില്ലാത്ത ആഫിയത്ത് കൊണ്ടാ. രണ്ടാമത്തത്, അല്ലാഹുവേ എനിക്ക് മാനസിക പ്രയാസങ്ങളില്ലാത്ത ദീർഘായുസ് കൊണ്ടാ. മൂന്നാമത്തത്, ദോഷമൊന്നും ചെയ്യാതെ നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള അവസരം കൊണ്ട. ഈ 3 കാര്യങ്ങൾ ഇത് മഹാന്മാരായ ആൾക്കാർ അത് ദ്വാന്റെ രൂപത്തിലായിക്കൊണ്ട് ദ്വാരക്കാരുണ്ടായിരുന്നു എന്ന് ഉസ്താദുമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന് ശേഷവും അങ്ങനെ ദ്വാരക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ അറബി വേർഡുകൾ അങ്ങനെ പറയാൻ കഴിവുള്ള ആൾക്കാരെ അങ്ങനെ തന്നെ പറയാം. അല്ലെങ്കിൽ അങ്ങനെ ദ്വാരന്ന് ശീലിക്കുക. പടച്ചോനെ എനിക്ക് രോഗമില്ലാത്ത ആഫിയത്ത് കൊണ്ടാ, അതേപോലെ തന്നെ ടെൻഷനും വിഷമങ്ങളൊന്നും ഇല്ലാത്ത ദീർഘായുസ് കൊണ്ടാ, അതോടുകൂടെ തന്നെ ദോഷമൊന്നും ചെയ്യാത്ത രൂപത്തിൽ വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് കൊണ്ടാ എന്നുള്ള ദുആ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതോടുകൂടെ തന്നെ വേറെയും ചില ദുആകളുണ്ട്. പടച്ചോനെ എന്നെ നീ സംരക്ഷിക്കണം. അൻത ജഅലനി ബിഹിർസിക വഹിഫ്ളിക വജിവാരിക വതഹ്ത കനഫിക. പടച്ചോനെ എന്നെ എല്ലായിടത്തും നീ സംരക്ഷിക്കണം, എവിടെയും എന്നെ നീ സംരക്ഷിക്കണം. ഞാൻ എവിടെയായിരുന്നാലും നീ എന്നെ സംരക്ഷിക്കണം, നിന്റെ സുരക്ഷ എനിക്ക് നീ നൽകണമേ എന്ന അർത്ഥമുള്ള ദുആയും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിനൂരി വജ്ഹിക അല്ലദീ അശറഖത് ലഹു സ്സമാവാതു വൽ അർളു അൻ തജഅലനി ബിഹിർസിക വഹിഫ്ളിക വജിവാരിക വതഹ്ത കനഫിക എന്ന് ദുആയിലൊക്കെ മഹാന്മാർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ദ്വാരക്കാൻ വേണ്ടി നമ്മളും ശ്രമിക്കുക. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കള് അവരോടൊക്കെ പറയുക, അള്ളാഹിനോട് ദ്വാരക്കല്ലാതെ യാതൊരു നിവൃത്തിയില്ല. എന്താ അതൊക്കെ പരിച്ചെടുത്താണ് കൊണ്ടായാൽ മതി. എന്താ ചെയ്യുക? ആരോടാ പറയാ? ഒരു വസിയത്ത് ചെയ്യാനോ എന്തെങ്കിലും എഴുതി വെക്കാനോ കടങ്ങളുണ്ടെങ്കിൽ അത് പറയാനോ ഒന്നും നേരം കിട്ടാതെ ഇക്കോലത്തിന്, അതും നല്ല 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 ആരോഗ്യമുള്ളവനാണ് അവൻ. നല്ല നല്ല ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ കൊണ്ട് പോകുമ്പോൾ അതിലൊക്കെ നമുക്ക് പാഠം വേണം. ഈ രൂപത്തിൽ ദ്വാരക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്ത് മുസീബത്തുകൾ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കള്, നമ്മുടെ ശിഷ്യന്മാർ, നമ്മൾ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ മാതാപിതാക്കൾ അടക്കമുള്ള ഉസ്താദുമാരടക്കമുള്ള ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പൊടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മെയും അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അള്ളാഹു റാഹത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരവും നൽകുന്നത് നമ്മുടെ നിമോദേജിന്റെ മകൻ കേലപ്പുറത്ത് നാസറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഏർപ്പാടുകളിലും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി കുടുംബത്തിലും മക്കളിലൊക്കെ റാഹത്തും സന്തോഷവും നൽകി
അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലി റാഹത്തോടെ സന്തോഷത്തോടുകൂടെ അള്ളാഹുലേക്ക് പോകുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും.